ഹായ് എവരി വൺ. നമുക്കിന്ന് ലാർജസ്റ്റ് റെക്റ്റാങ്കിൾ ഇൻ എ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. Given an array of integers representing histograms bar height, where width of each bar is 1, return area of largest rectangle in histogram. Input 2, 1, 5, 6, 2, 3. Output 10. ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു അറേ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് തന്നിട്ടുണ്ടാവുക. ഈ അറേ ഒരു ഹിസ്റ്റോഗ്രാമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഹിസ്റ്റോഗ്രാമിലെ ഓരോ ബാറിൻ്റെ ഹൈറ്റാണ് അറേയിലെ എലമെൻറ്റ്സ്. ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയ ഹിസ്റ്റോഗ്രാമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. റിട്ടേൺ ഏരിയ ഓഫ് ലാർജസ്റ്റ് റെക്റ്റാങ്കിൾ ഇൻ ഹിസ്റ്റോഗ്രാം. ഈ ഹിസ്റ്റോഗ്രാമിലെ ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വേണം നമ്മൾ റിട്ടേൺ ചെയ്യാൻ. ഈ ഒരു ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് 10 ആണ്. 10 ആണ് ഈ ഹിസ്റ്റോഗ്രാമിലുള്ള റെക്റ്റാങ്കിളുടെ ലാർജസ്റ്റ് ഏരിയ. ഏതാ റെക്റ്റാങ്കിള്? ഇതാണ് ആ റെക്റ്റാങ്കിള് വിത്ത് ലാർജസ്റ്റ് ഏരിയ. ഈ റെക്റ്റാങ്കിളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. വിഡ്ത്ത് എത്രയാ? ഇവിടെ 2 ബാറാണ് ഈ റെക്റ്റാങ്കിളിലുള്ളത്. അന്നേരം വിഡ്ത്ത് 2 ആണ്, ഹൈറ്റ് 5 ആണ്. അന്നേരം ഏരിയ എത്രയായിരിക്കും? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, 2 ഇൻറ്റു 5, അത് 10 ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ടിൽ നമുക്ക് 10 എന്ന് കിട്ടി. നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് നോക്കാം. ബ്രൂട്ട് ഫോഴ്സിൽ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ഈ ഹിസ്റ്റോഗ്രാമിലുള്ള ഓരോ ബാർ 1/1 ആയിട്ട് എടുക്കും. എന്നിട്ട് ആ ബാർ ഉപയോഗിച്ച് ആ ബാറിൻ്റെ ഹൈറ്റിൽ ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിള് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ ഏരിയ എടുക്കും. ഓരോ ബാറിനും ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഏരിയാസിൻ്റെ ഒക്കെ മാക്സിമം ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇവിടെയുള്ള ഓരോ ബാർ ഉപയോഗിച്ച് ആ ബാറിൻ്റെ ഹൈറ്റിൽ ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ 2 എടുക്കും. 2വിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര അഡ്ജസൻറ്റ് ബാർസ് ഉണ്ട് വിത്ത് ഹൈറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2? 2വിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. സീറോ. 2വിൻ്റെ റൈറ്റ് സൈഡിലോട്ട് എത്ര അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2? 2വിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ 1 ആണ് ഉള്ളത്. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. അതുകൊണ്ട് 0 അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് ആണ് 2വിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് വിത്ത് ഹൈറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. +1 ഇതായിരിക്കും 2വിന് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളുടെ വിഡ്ത്ത്. ഇൻറ്റു 2 ആയിരിക്കും ആ റെക്റ്റാങ്കിളുടെ ഹൈറ്റ്. എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതാണ് 2വിന് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളുടെ ഏരിയ. ആ റെക്റ്റാങ്കിൾ ഏതാ? ഇതാണ് ആ റെക്റ്റാങ്കിൾ. ഇനി നമ്മൾ 1ന് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. 1ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1? ഒരു എലമെൻ്റേ ഉള്ളൂ, അത് 2 ആണ്. 1ൻ്റെ റൈറ്റ് സൈഡിലോട്ട് എത്ര അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1? ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട്. 5, 6, 2, 3. 4 എലമെൻറ്റ്സ് +1. ഇതാണ് 1ന് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത്. അതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? 1.
ഇതെന്ന് പറഞ്ഞാൽ 1 + 4 + 1 6 × 1 6 1ന് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 6 ആണ്. ഈ 1 ഫോം ചെയ്യുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിൾ ഏതാണ്? ഇതായിരിക്കും ആ ലാർജസ്റ്റ് റെക്റ്റാങ്കിൾ. ഇതിൻ്റെ വിഡ്ത്ത് 6ഉം ഹൈറ്റ് 1ഉം ആണ്. ഇനി നമ്മൾ 5ന് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. 5ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 0 ആണ്. 5ൻ്റെ റൈറ്റ് സൈഡിലോട്ട് എത്ര അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഒരു എലമെൻറ്റേ ഉള്ളൂ, 6 എന്ന് പറഞ്ഞ ഈ എലമെൻറ്റ്. +1 ഇതാണ് 5ന് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത്. ആ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് 5 ആയിരിക്കും. 2 × 5 10. സിമിലർലി ഈ ഐഡിയ ഉപയോഗിച്ച് 6നും 2നും 3ക്കും ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഏരിയാസിൻ്റെ ഒക്കെ മാക്സിമം ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇതിന് ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? ഓർഡർ ഓഫ് n². സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² നിന്ന് എങ്ങനെ ഓർഡർ ഓഫ് n ആക്കാമെന്ന് നോക്കാം. ബ്രൂട്ട് ഫോഴ്സിൽ നമ്മൾ ഓരോ ബാറിൻ്റെയും ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ എലമെൻറ്റിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പാർട്ടിനെ നമുക്ക് പ്രീവിയസ് സ്മോളർ എലമെൻറ്റും നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റും ഉപയോഗിച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാം. നമ്മൾ ആദ്യമേ ഇവിടെയുള്ള ബാർസിൻ്റെ അല്ല പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കും. 2ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് അറയിൽ -1 അപ്പൻഡ് ചെയ്യും. ഇനി 1ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. 1ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് പ്രീവിയസ് സ്മോളർ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് അറയിൽ നമ്മൾ -1 അപ്പൻഡ് ചെയ്യുന്നു. ഇനി 5ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. 5ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് ഏതാണ്? 1 ആണ്. 1ൻ്റെ ഇൻഡെക്സ് 1 ആണ്. ഇനി 6ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. അത് 5 ആണ്. 5ൻ്റെ ഇൻഡെക്സ് എത്രയാണ്? 2. ഇനി 2ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. 2ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് എത്രയാണ്? 1 ആണ്. 1ൻ്റെ ഇൻഡെക്സ് 1 ആണ്. ഇനി 3ൻ്റെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. അത് 2 ആണ്. 2ൻ്റെ ഇൻഡെക്സ് എത്രയാണ്? 4. ഇനി ഓരോ എലമെൻറ്റിൻ്റെയും നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. 2ൻ്റെ നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് എത്രയാണ്? 1 ആണ്. 1ൻ്റെ ഇൻഡെക്സ് 1 ആണ്. 1ൻ്റെ നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് എത്രയാണ്? സ്മോളർ എലമെൻറ്റ് ഇല്ല നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ. അന്നേരം ഈ അറയുടെ ലെങ്ത് എത്രയാണോ അതായിരിക്കും നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് അറയിൽ നമ്മൾ അപ്പൻഡ് ചെയ്യുക. അത് 6 ആണ്. ഇനി 5ൻ്റെ നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. അതെത്രയാ? 2 ആണ്. 2ൻ്റെ ഇൻഡെക്സ് എത്രയാ? 4. ഇനി 6ൻ്റെ നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. അത് 2 ആണ്. 2ൻ്റെ ഇൻഡെക്സ് എത്രയാ? 4. ഇനി ഈ 2ൻ്റെ നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് ഇല്ല. അന്നേരം നമ്മൾ ലെങ്ത് ഓഫ് അറേ ആയിരിക്കും നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് ഇൻഡെക്സ് അറയിൽ അപ്പൻഡ് ചെയ്യുക. ഇനി 3യുടെ നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് 3ക്ക് നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് ഇല്ല. അന്നേരം ലെങ്ത് ഓഫ് അറേ ആയിരിക്കും നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് അറയിൽ നമ്മൾ അപ്പൻഡ് ചെയ്യുക. ഇപ്പം നമുക്ക് പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് ഇൻഡെക്സ് അറേയും നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് ഇൻഡെക്സ് അറേയും കിട്ടി.
ഈ രണ്ട് അറേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഓരോ ബാർ ഉപയോഗിച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് ഓഫ് ഐ മൈനസ് പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് ഓഫ് ഐ മൈനസ് 1. ഇതായിരിക്കും ith ഇൻഡെക്സിലുള്ള എലമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് ഇൻറ്റു അറേ ഓഫ് ഐ, ആ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ്. നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് ഐ മൈനസ് പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് ഐ മൈനസ് 1 ഇൻറ്റു അറേ ഓഫ് ഐ ആയിരിക്കും ith ഇൻഡെക്സിലുള്ള എലമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. നമ്മൾ ഓരോ ബാർ ഉപയോഗിച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്. 1 മൈനസ് മൈനസ് 1 മൈനസ് 1 അതെത്രയാ? 1 മൈനസ് മൈനസ് 1 അതെന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മൈനസ് 1 അതെന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 2, അങ്ങനെ നമുക്ക് ഇവിടെ 2 കിട്ടി. 6 മൈനസ് മൈനസ് 1 7 കിട്ടി. 7 മൈനസ് 1 അത് 6 ആണ്. 6 ഇൻറ്റു 1 അങ്ങനെ ഇവിടെ 6 കിട്ടി. 4 മൈനസ് 1 അത് 3 ആണ്. 3 മൈനസ് 1 അത് 2 ആണ്. 2 ഇൻറ്റു 5 അങ്ങനെ 10 കിട്ടി. 4 മൈനസ് 2 അത് 2 ആണ്. 2 മൈനസ് 1 1 ഇൻറ്റു 6. 6 മൈനസ് 1 അത് 5 ആണ്. 5 മൈനസ് 1 അത് 4 ആണ്. 4 ഇൻറ്റു 2 8. 6 മൈനസ് 4 അത് 2 ആണ്. 2 മൈനസ് 1 അത് 1 ആണ്. 1 ഇൻറ്റു 3 അങ്ങനെ ഇവിടെ 3 കിട്ടി. ഇവിടെ നമുക്ക് ഓരോ ബാർ ഉപയോഗിച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയാസ് കിട്ടി. ഇതിലെ മാക്സിമം ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ 10 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. പണ്ട് പഠിച്ച പ്രീവിയസ് സ്മോളർ എലമെൻറ്റിൻ്റെ ആ കോഡിൽ സ്റ്റാക്കിലോട്ട് ഇൻഡെക്സ് ഐ വെച്ചാൽ മതി. പിന്നെ ഇവിടെയുള്ള കമ്പാരിസണിൽ അറേ ഓഫ് സ്റ്റാക്ക് -1 ചെയ്യണം. പ്രീവിയസ് സ്മോളർ എലമെൻറ്റിൻ്റെ കോഡിൽ ഈ രണ്ട് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് സ്മോളർ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് അറേ നമുക്ക് കിട്ടും. നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റിൻ്റെ കോഡിൽ ഈ 3 ചേഞ്ചസ് വേണം വരുത്താനായിട്ട്. സ്റ്റാക്കിലോട്ട് അപ്പൻഡ് ചെയ്യുന്നത് ഇൻഡെക്സ് ആണ്. പിന്നെ സ്റ്റാക്കിൽ എലമെൻറ്റ് ഇല്ലെങ്കിൽ റിസൾട്ട് ഓഫ് ഐ ലെങ്ത് ഓഫ് അറേ ആക്കും. പിന്നെ ഇവിടെയുള്ള കമ്പാരിസണിൽ അറേ ഓഫ് സ്റ്റാക്ക് -1 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പ്രീവിയസ് സ്മോളർ ഈക്വൽ ടു പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് അറേ. ഇതിലൂടെ പ്രീവിയസ് സ്മോളർ എലമെൻറ്റ് ഇൻഡെക്സ് അറേ നമുക്ക് കിട്ടും. നെക്സ്റ്റ് സ്മോളർ ഈക്വൽ ടു നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് അറേ. ഇതിലൂടെ നമുക്ക് നെക്സ്റ്റ് സ്മോളർ എലമെൻറ്റ് ഇൻഡെക്സ് അറേ നമുക്ക് കിട്ടും. ഗ്ലോബൽ ആൻസർ ഈക്വൽ ടു 0 ഫോർ ഐ ഇൻ റേഞ്ച് 0 to ലെങ്ത് ഓഫ് അറേ. ലോക്കൽ ആൻസർ ഈക്വൽ ടു അറേ ഓഫ് ഐ ഇൻറ്റു നെക്സ്റ്റ് സ്മോളർ ഐ മൈനസ് പ്രീവിയസ് സ്മോളർ ഐ -1. ഇവിടെ ഓരോ ബാർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനെ ലോക്കൽ ആൻസറിലോട്ട് വെക്കും. ഗ്ലോബൽ ആൻസർ ഈക്വൽ ടു മാക്സ് ഓഫ് ഗ്ലോബൽ ആൻസർ ലോക്കൽ ആൻസർ. ഗ്ലോബൽ ആൻസർ എന്ന് പറഞ്ഞാൽ വേരിയബിളുമായിട്ട് നമ്മൾ ലോക്കൽ ആൻസറിനെ കമ്പയർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മാക്സിമം ഗ്ലോബൽ ആൻസറിൽ സ്റ്റോർ ചെയ്യും. റിട്ടേൺ ഗ്ലോബൽ ആൻസർ. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ് ഇവിടെ. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n.